എല്ലാവർക്കും നമസ്കാരം. SP4 ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്താ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ ഇന്നത്തെ മത്സരമായ നമ്മുടെ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിന് പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ്. ഒരുപാട് GL ടിപ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇന്നത്തെ മത്സരത്തിൽ നിങ്ങൾക്ക് ആ ഒരു ഇന്നലെയൊക്കെ നിങ്ങൾ കളിച്ച ആ ഒരു സെയിം കോൺടെസ്റ്റ് അവൈലബിൾ ആയിരിക്കും. അതായത് 49 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ എമൗണ്ട് 100% റീഫണ്ട് കിട്ടണം. ആദ്യത്തെ 3 മത്സരങ്ങളിൽ അങ്ങനെ തന്നെ ആയിരിക്കും. സോ അപ്പോൾ ഒരുപാട് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് കയറി ജോയിൻ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മെമ്പേഴ്സ് ഗ്രൂപ്പിലോട്ട് കയറിയാൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ടീം ആവേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ കയറുക. രണ്ടിൻ്റെയും ലിങ്ക് നമ്മുടെ താഴത്ത് കൊടുത്തിട്ടുണ്ട്. സോ മസ്റ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ടെലിഗ്രാമിൽ വന്നതിൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ദെൻ അപ്പോൾ ഇന്നത്തെ മത്സരമായ ചെന്നൈ സൂപ്പർ കിങ്സ് വേഴ്സസ് മുംബൈ ഇന്ത്യൻസ് തമ്മിലുള്ള മത്സരം നടക്കുന്നത് മാർച്ച് 23 കൃത്യം 7:30 ഇന്നത്തെ ദിവസം 2 മത്സരങ്ങളുണ്ട്. സോ ഇതിന് മുന്നത്തെ മത്സരമായ നമ്മുടെ RR വേഴ്സസ് SR തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസും ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണാത്തവരാണെങ്കിൽ മസ്റ്റായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഈ ഒരു മത്സരത്തിലൂടെ കിടക്കുന്ന സമയത്ത് മത്സരം നടക്കുന്നത് നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ ചെപ്പുക്ക്, അതായത് ചിദംബരം സ്റ്റേഡിയത്തിലാണ് നമ്മുടെ ഈ ഒരു മത്സരം നടക്കുന്നത്. സോ ഈ ഒരു പിച്ചിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഇതൊരു ഫസ്റ്റ് ഇന്നിങ്സ് ബാറ്റിംഗ് ഫ്രണ്ട്ലിയും സെക്കൻഡ് ഇന്നിങ്സ് വരുമ്പോൾ സ്പിന്നേഴ്സിന് കൂടുതൽ വിക്കറ്റ്സ് കിട്ടുന്ന രീതിയിൽ ആണ് ഈ ഒരു പിച്ച് പോകുന്നത്. കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായിട്ട് സെയിം മെത്തേഡാണ് ഈ ഒരു പിച്ചിൽ കാണാനായിട്ട് സാധിച്ചത്. സോ തീർച്ചയായിട്ടും നിങ്ങൾ രണ്ട് രീതിയിലും ഫോക്കസ് ചെയ്തിട്ട് തന്നെ ഒരു ടീമുണ്ട്. അതിനെപ്പറ്റി നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചിദംബരം സ്റ്റേഡിയത്തിനെ പറ്റി ഞാൻ പറഞ്ഞത് തന്നെയാണ്. അതിൽ കൂടുതലൊന്നും ഇതിനകത്തില്ല. പക്കാ ബാറ്റിംഗ് ആണ്. ബട്ട് സെക്കൻഡ് ഇന്നിങ്സിൽ സ്പിന്നേഴ്സിന് കുറച്ച് കൂടുതൽ വിക്കറ്റ്സ് കിട്ടാറുണ്ട്. ബട്ട് ബാറ്റിംഗ് ഫ്രണ്ട്ലി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു പിച്ചിൽ ഏകദേശം 9 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 6 റണ്ണും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്ത് 2 റണ്ണുമാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വിൻ ചെയ്ത് ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ടീം തന്നെയാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 150 റൺസും സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് സ്കോർ 122 റൺസുമാണ്. അതുപോലെ തന്നെ ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 189 റൺസിന് 4 വിക്കറ്റ്സ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ലോവസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 80 റൺസിന് 10 വിക്കറ്റ്സ് ആണ്. ദെൻ ഹയസ്റ്റ് സ്കോർ ചേസിൽ, അതായത് സെക്കൻഡ് ഇന്നിങ്സ് ചേസ് ചെയ്തിട്ട് കൂടുതൽ ജയിച്ചത് 182 റൺസിന് 4 വിക്കറ്റ്സിലാണ്. ദെൻ ഏറ്റവും കുറവ് റൺസിൽ ഡിഫെൻഡ് ചെയ്ത് ജയിച്ചത് 103 റൺസിന് 8 വിക്കറ്റ്സ് ആണ് കേട്ടോ. അപ്പോൾ T20 ഫോർമാറ്റാണ്. ഒരുപാട് മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ടോട്ടലി ഇവിടെ 140 മത്സരങ്ങൾ നടന്നിട്ടുണ്ട്. ആ 140 മത്സരങ്ങളിൽ ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 72 റണ്ണും സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 66 റണ്ണുമാണ്. ഞാൻ ഈ മുകളിൽ പറഞ്ഞ കണക്ക് എന്താണെന്ന് തോന്നും, അത് റീസെൻ്റ് ആയിട്ട് നടന്ന റെക്കോർഡ്സിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള 2-3 IPLൻ്റെ റീസെൻ്റ് നടന്ന മത്സരങ്ങളുടെ റെക്കോർഡ്സിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു പിച്ചിൽ ആവറേജ് സ്കോറായിട്ട് നമുക്ക് തീർച്ചയായിട്ടും ഒരു 159 റൺസ് വരെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലെ തന്നെ CSK വേഴ്സസ് മുംബൈ തമ്മിലുള്ള മത്സരങ്ങൾ ഇതുവരെ ഏകദേശം 9 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. 9-ൽ 6 എണ്ണം CSKയും 3 എണ്ണം മുംബൈ ഇന്ത്യൻസുമാണ് വിൻ ചെയ്തിട്ടുള്ളത്. കൂടുതലും വിൻ ചെയ്യുന്നത് നമ്മുടെ CSK തന്നെയാണ്. ഓക്കെ, അപ്പോൾ കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സും ആ കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സിൽ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ HH റെക്കോർഡ്സും അവരുടെ ആവറേജ് റൺസും എല്ലാം നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനു മുന്നേ ഞാൻ എനിക്ക് 2-3 ആപ്ലിക്കേഷൻസ് പരിചയപ്പെടുത്തി തരാം. കാരണം ഈ ഡ്രീം 11നെക്കാട്ടിലും കുറച്ചുകൂടെ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ആപ്ലിക്കേഷൻസാണ് ഇതെല്ലാം. റീസെൻ്റ്ലി അല്ല 2-3 വർഷമായിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങിയ ആപ്ലിക്കേഷനാണ്. നല്ല രീതിയിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ അഷ്യൂറൻസ് ഞാൻ ചെയ്ത് തരുന്നതാണ്. കാരണം അത്രയും സിമ്പിളായിട്ട് നമുക്കിതിൽ കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കോൺടെസ്റ്റുകളാണെങ്കിൽ നമ്മൾ ഡ്രീം 11നെക്കാട്ടിലും എൻട്രി ഫീസ് വളരെയധികം കുറവായിട്ടായിരിക്കും നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷൻസിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത്. സോ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഡിസ്കൗണ്ട്സ് കൂപ്പൺസൊക്കെ നിങ്ങൾക്ക് ഇതിൽ യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഇപ്പോൾ നമ്മൾ 89 രൂപയ്ക്ക് എന്ന 300 രൂപ, അങ്ങനെ ഒരുപാട് വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മറ്റുള്ള ഏത് ആപ്ലിക്കേഷൻസ് എടുത്ത് കമ്പയർ ചെയ്താലും നല്ല രീതിയിൽ പ്രൈസ് കമ്പാരിസൺ കുറവുള്ളത് നമ്മുടെ കുബേര ഫാൻറ്റസിയാണ്. എസ്പെഷ്യലി ഇതിലുള്ള ഡ്യുവോ ഫീച്ചറാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ചെറിയ എമൗണ്ടിൻ്റെ വെച്ച് പറഞ്ഞുതരാം. 18 രൂപ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 30 രൂപ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ലാഭം 12, പക്ഷേ നിങ്ങളധികം റിസ്ക് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഓപ്പോണൻറ്റ് വരുൺ ചക്രവർത്തിനെ എടുത്തിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്ക് ഈ വരുൺ ചക്രവർത്തി അല്ലാതെ വേറൊരാളെ എടുക്കണം, അത്രയേ ഉള്ളൂ. ഭുവനേശ്വറിനെ എടുത്തതിനാൽ ഭുവനേശ്വർ വരുൺ ചക്രവർത്തിയെക്കാളും കൂടുതൽ വിക്കറ്റ് എടുത്തതിനാൽ നിങ്ങൾ വിൻ ചെയ്തു, അത്രയേ ഉള്ളൂ. അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. ഇത് ചെറിയത് തൊട്ട് വലിയ എമൗണ്ട് വരെ പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു അഡ്വാൻറ്റേജിനനുസരിച്ചിട്ട് ഇട്ട് കളിക്കൂ, അത്രയേ പറയാനുള്ളൂ. ഇതേപോലെ തന്നെ ചോയ്സ് 11 ആപ്ലിക്കേഷനിൽ ഒരുപാട് ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്ലിക്കേഷൻസ് ആണ്. സ്പെഷ്യൽ ക്യാഷ് ബാക്ക് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമ്മുടെ ചോയ്സ് 11 തന്നിട്ടുണ്ട്. സോ മസ്റ്റായിട്ട് ഡെപ്പോസിറ്റ് ഓഫേഴ്സിലൊക്കെ നല്ല രീതിക്ക് ഓഫേഴ്സ് ഇവർ തരുന്നുണ്ട്. ദെൻ മെയിനായിട്ട് പറയാനുള്ളത് TDS ഇല്ല, മറ്റേ GST തേങ്ങ ഒന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ അപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. അപ്പോൾ അങ്ങനത്തെ അപ്ലിക്കേഷൻസ് ആണ് ഞാൻ ഈ പ്രൊമോട്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. കാരണം എൻ്റെ ഒരുപാട് യൂസേഴ്സ് കളിച്ച് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മൈ മാസ്റ്റർ 11 ആണെങ്കിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് പറ്റിയ ഒരു ആപ്ലിക്കേഷൻസാണ്. ഞാൻ ഇതൊക്കെ കളിക്കണം എന്ന് മെയിൻ പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റുള്ള അപ്ലിക്കേഷൻസിനെക്കാട്ടിലും കുറച്ചുകൂടെ വിന്നിങ് പ്രോബബിലിറ്റി കൂടുതലായിരിക്കും ഈ അപ്ലിക്കേഷൻസിൽ. കാരണം ഇതിൽ വരുന്ന കസ്റ്റമേഴ്സ് ഏകദേശം ആ ഒരു ലെവലിലൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ ഫോക്കസ് 11 ആണെങ്കിലും റീസെൻ്റ്ലി ഞാൻ യൂസ് ചെയ്ത് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡർ ബോർഡും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാഷ് ഡെപ്പോസിറ്റ് ഓഫേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ H11 ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഈ അപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് വഴി കയറിയാണെങ്കിൽ നിങ്ങൾക്ക് ക്യാഷ് ബോണസുകൾ കിട്ടും. അത് വെച്ച് നിങ്ങൾക്ക് കളിക്കാനും സാധിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു യൂസ്ഫുൾ ഉണ്ട് കേട്ടോ. അപ്പോൾ ലിങ്ക് വഴി കയറാൻ ശ്രമിക്കുക. ദെൻ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സ്, ഇരു ടീമുകളിലും 11 പ്ലെയേഴ്സും തന്നെ അതുപോലെ തന്നെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പിക്സും അതുപോലെ തന്നെ ആവറേജ് റൺസും കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നത്. സോ ഈ ഒരു ഇനിയുള്ള ഭാഗം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ടീം ഇടണം എന്നൊരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടുന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൽ പ്ലേയിങ് 11 ചാൻസസ് ആയിട്ടുള്ള പ്ലേയിങ് 11 പറ്റിയാണ് പറയുന്നത്. നമ്മുടെ ഗെയ്ക്വാഡാണ് ക്യാപ്റ്റൻ. നമ്മുടെ ഓപ്പോസിറ്റ് ടീമിലാണെങ്കിൽ നമ്മുടെ സൂര്യകുമാർ യാദവുമാണ്. ഗെയ്ക്വാഡിനെ പറ്റി പറയുന്ന സമയത്ത് റീസെൻറ്റ് മത്സരങ്ങളിൽ കുറച്ച് ഡൗൺ ആണ്. ബട്ട് എന്നാൽ കൂടെ അദ്ദേഹത്തിന് അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ടുള്ള ആവറേജ് 39 റൺസാണ്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിലാണെങ്കിലും അദ്ദേഹത്തിന് 58 റൺസ് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. അതായത് ഒരു മാച്ച് അദ്ദേഹം 58 റൺസ് എങ്കിലും എടുത്തിരിക്കും എന്നതാണ് ഈ ഒരു ആവറേജ് റൺസ് സൂചിപ്പിക്കുന്നത്. ഫസ്റ്റ് ഇന്നിങ്സിൽ 43 റൺസ്, അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിൽ 38 റൺസ്, അങ്ങനെ അത്യാവശ്യം നല്ല സ്കോർ ഉണ്ട്. IPL ഓവറോൾ ആവറേജ് കൂടെ 41 റൺസാണ്. എബോവ് 30 വരുന്ന പ്ലെയേഴ്സിനെയൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം നമ്മുടെ ഒരു നല്ലൊരു ടീമിലോട്ട്. ദെൻ ഡിവോൺ കോൺവേ പറ്റി പറയുന്ന സമയത്ത് അത്യാവശ്യം ഫോമിലുള്ള ഒരു പ്ലെയറാണ്. അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 14 റൺസ് മാത്രമേ ആവറേജ് ഉള്ളൂ. ദെൻ ഈ ഒരു വെന്യൂലാണെങ്കിൽ അത് 65 റൺസ് അദ്ദേഹത്തിന് ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ IPL 48 റൺസ് ആവറേജും, അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സിൽ അദ്ദേഹം 49 ആവറേജും, സെക്കൻഡ് ഇന്നിങ്സ് 47. ഏത് ഇന്നിങ്സിലാണെങ്കിൽ നല്ല രീതിയിൽ ബാറ്റ് ചെയ്യുന്ന മറ്റൊരു പ്ലെയർ കൂടിയാണ് നമ്മുടെ കോൺവേ എന്ന് പറയുന്നത്. പിന്നെ രച്ചിൻ രവീന്ദ്ര, അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ 21 റൺസാണ് അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസും ആയിട്ട്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ 31 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ്. ടോട്ടൽ ഓവറോൾ IPL ആവറേജ് 22 റൺസും, അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് 19 റൺസ്, സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് 23 റൺസുമാണ് അദ്ദേഹത്തിനുള്ളത്. ദെൻ രാഹുൽ ത്രിപാഠിയെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ഈ ഒരു വെന്യൂവിൽ 27 റൺസാണ് ആവറേജ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് അദ്ദേഹത്തിന് 25 റൺസ് ആവറേജ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ IPL സ്റ്റാറ്റ്സിൽ ഓവറോൾ 27 ആണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആണെങ്കിൽ സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിൽ 27 റൺസ് തന്നെയാണ് ആവറേജ്. ദെൻ ശിവാൻ ദുബെ നല്ല രീതിയിൽ ഫോമായ പ്ലെയർ കൂടെയാണ്. റീസെൻറ്റ് മത്സരങ്ങൾ, അതായത് കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ എഗെയിൻസ്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് മുംബൈ ഇന്ത്യൻസുമായിട്ട് വലിയ റെക്കോർഡ്സോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ കൂടെ അദ്ദേഹം ഈ ഒരു വെന്യൂവിൽ 36 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട്. ദെൻ അതുപോലെ തന്നെ IPL സ്റ്റാറ്റ്സിൽ അദ്ദേഹത്തിന് 30 റൺസ് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സിലാണെങ്കിൽ അദ്ദേഹത്തിന് 31 റൺസ് ആവറേജ്, അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സിലാണെങ്കിൽ 27 റൺസ് ആവറേജും ഉണ്ട് കേട്ടോ. ദെൻ അതുപോലെ തന്നെ സാം കറിനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ എഗെയിൻസ്റ്റ് ആയിട്ട് മുംബൈ ഇന്ത്യൻസ് എഗെയിൻസ്റ്റ് ആയിട്ട് ആവറേജ് സ്കോർ 27 റൺസാണ്. ദെൻ അതുപോലെ തന്നെ ചിറ്റ് വെച്ച് റെക്കോർഡ്സിലാണെങ്കിൽ അദ്ദേഹം 7 ഇന്നിങ്സ് ബോൾ ചെയ്തിട്ട് 7 വിക്കറ്റ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. പെർ മാച്ച് 1 വിക്കറ്റെങ്കിലും അദ്ദേഹം എടുക്കും. അതുപോലെ തന്നെ ഈ ഒരു പിച്ചിലാണെങ്കിൽ അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ആവറേജ് സ്കോറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ IPL സ്റ്റാറ്റ്സിലാണെങ്കിൽ അദ്ദേഹം 22 റൺസ് ആവറേജ് ഉണ്ട്. അതുപോലെ തന്നെ വിക്കറ്റ്സ് ടേക്കിംഗ് ആണെങ്കിൽ 58 വിക്കറ്റ്, അതായത് പെർ മാച്ച് 1 വിക്കറ്റ് എങ്കിലും അദ്ദേഹം എടുക്കുന്നതായിരിക്കും. ഫസ്റ്റ് ഇന്നിങ്സിൽ 26 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ്. അതുപോലെ തന്നെ വിക്കറ്റ്സ് ടേക്കിങ്ങും കൂടുതലും അദ്ദേഹം ഫസ്റ്റ് ഇന്നിങ്സിലാണ്, അതായത് ഫസ്റ്റ് ബോൾ ചെയ്യുന്ന സമയത്താണ് അദ്ദേഹം കൂടുതൽ വിക്കറ്റ്സ് എടുക്കാറുള്ളത്. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് 23 റൺസും, സെക്കൻഡ് ഇന്നിങ്സ് 27 ഇന്നിങ്സ് ബോൾ ചെയ്ത് 23 വിക്കറ്റ്സ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. ദെൻ രവീന്ദ്ര ജഡേജയെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ആവറേജ് അഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസ് ആയിട്ട് 17 റൺസ് മാത്രമാണ്. അഗെയിൻസ്റ്റ് ബോൾ ചെയ്തിട്ട് 35 മത്സരം ബോൾ ചെയ്ത് 22 വിക്കറ്റും അദ്ദേഹം എടുത്തിട്ടുണ്ട്. ഈ ഒരു വെന്യൂവിൽ അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ
17 റൺസാണ്. ദെൻ അതുപോലെ തന്നെ വെന്യൂര് ബോളിംഗ് അദ്ദേഹം 44 ഇന്നിങ്സ് ബോൾ ചെയ്ത് 34 റൺസ് എടുത്തിട്ടുണ്ട്. IPL സ്റ്റാറ്റ്സിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിൻ്റെ ആവറേജ് സ്കോർ 27 റൺസും അതുപോലെ തന്നെ വിക്കറ്റ് ടേക്കിംഗ് ആണെങ്കിൽ 211 ഇന്നിങ്സ് കളിച്ച് 160 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് 28 റൺസും സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് 26 റൺസുമാണ്. കൂടുതലായിട്ട് അദ്ദേഹം വിക്കറ്റ് ടേക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഇന്നിങ്സ് ബോൾ ചെയ്യുന്ന സമയത്താണ്. ദെൻ അതുപോലെ തന്നെ MS ധോണിയെ പറ്റി പറയുന്ന സമയത്ത് എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 37 റൺസിൻ്റെ ആവറേജ് സ്കോർ ഉണ്ട് കേട്ടോ അദ്ദേഹത്തിന്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു ഗ്രൗണ്ടിൽ 41 റൺസ് ആവറേജ് സ്കോറുണ്ട്. ദെൻ IPL സ്റ്റാറ്റ്സിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം ആവറേജ് റൺസ് 39 റൺസാണ് കേട്ടോ. ദെൻ ഫസ്റ്റ് ഇന്നിങ്സിലാണെങ്കിൽ അദ്ദേഹത്തിന് 39 റൺസ് ആവറേജ് സ്കോറുണ്ട്. സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിൽ അദ്ദേഹത്തിന് 38 റൺസ് ആവറേജ് സ്കോറുണ്ട്. ഇതിന് അതുപോലെ തന്നെ നമ്മുടെ രവിചന്ദ്ര അശ്വിനാണ്. രവിചന്ദ്ര അശ്വിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹത്തിന് എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 11 റൺസ് പെർ മാച്ച് ആവറേജ് ഉണ്ട്, 11 റൺസ്. തന്നെ അതുപോലെ തന്നെ ബൗളിങ്ങിലാണെങ്കിലും 37 ഇന്നിങ്സ് ബോൾ ചെയ്ത് 28 വിക്കറ്റ്സ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. ദെൻ അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിലാണെങ്കിൽ 42 ഇന്നിങ്സ് ബോൾ ചെയ്തിട്ട് അദ്ദേഹം 50 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെ കേട്ടോ. ദെൻ ബാറ്റിംഗ് ആവറേജ് ഒക്കെ വളരെ കുറവാണ്. വിക്കറ്റ്സ് ടേക്കിങ് 180 ഉള്ളൂ, 208 മത്സരങ്ങൾ കളിച്ചിട്ട്. ആവറേജ് റൺസൊക്കെ വളരെ ശോകമാണ്. ദെൻ അതുപോലെ തന്നെ ബൗളിങ്ങിലാണെങ്കിൽ കൂടെ അദ്ദേഹം സെക്കൻഡ് ബോളിംഗ് ചെയ്യുന്ന സമയത്ത് കൂടുതൽ വിക്കറ്റ്സ് എടുക്കാറുള്ളത്. അതായത് ഫസ്റ്റ് ബാറ്റിങ്ങിന് സെക്കൻഡ് ബോളിങ്ങിന് വരുമല്ലോ, അപ്പോഴാണ് കൂടുതൽ അദ്ദേഹം വിക്കറ്റ്സ് എടുക്കാറുള്ളത്. ദെൻ ഖലീൽ അഹമ്മദാണ്. പുള്ളിയെ പറ്റി പറയുന്ന സമയത്ത് അത്യാവശ്യം നല്ല അടിപൊളി കിഡിലൻ പ്ലെയറാണ്. എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 6 ഇന്നിങ്സ് കളിച്ച് 9 വിക്കറ്റ്സാണ് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഈ ഒരു വെന്യൂ തന്നെ 5 മത്സരം കളിച്ച് 5 വിക്കറ്റ്സും എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സിനെക്കാട്ടിലും അദ്ദേഹം ഫസ്റ്റ് ഇന്നിങ്സാണ് കൂടുതൽ, അങ്ങനെയൊന്നുമില്ല, ഏകദേശം 2 സിമിലറാണ്. അത് 30 ഇന്നിങ്സ് കളിച്ചാൽ ഫസ്റ്റ് ഇന്നിങ്സിലാണെങ്കിൽ 39 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിൽ 27 ഇന്നിങ്സിൽ നിന്ന് 36 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ചെറിയൊരു വേരിയേഷനേ ഉള്ളൂ, പക്ഷേ സെക്കൻഡ് ഇന്നിങ്സ് ആണ് കുറച്ചുകൂടി അദ്ദേഹത്തിന് ബെറ്റർ. ഏത് ഇന്നിങ്സ് ആണെങ്കിൽ വിക്കറ്റ്സ് എടുക്കുന്ന കാര്യത്തിൽ ഷുവറാണ്. പിന്നെ പതിരാന, നമ്മുടെ മല്ലിംഗയെ പോലെ ബോൾ ചെയ്യുന്നില്ലേ, എഗെയിൻസ്റ്റ് മുംബൈ ഇന്ത്യൻസുമായിട്ട് 2 മത്സരം കളിച്ചിട്ട് 7 വിക്കറ്റ്സാണ് മുംബൈയുടെ പൊട്ടിച്ച് കളഞ്ഞത്. ദെൻ IPL സ്റ്റാറ്റ്സിൽ 20 മത്സരം കളിച്ച് 34 വിക്കറ്റ്സ് എടുത്ത് നല്ല ലീഡിങ് വിക്കറ്റ് ടേക്കറിൽ ഒരാളാണ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സിലാണെങ്കിൽ 6 മത്സരം കളിച്ച് 11 വിക്കറ്റ്സും അദ്ദേഹം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഇന്നിങ്സ് ആണെങ്കിൽ 14 മത്സരം കളിച്ച് 23 വിക്കറ്റ്സുമാണ് എടുത്തിട്ടുള്ളത്. കൂടുതലും അദ്ദേഹം ഫസ്റ്റ് ബോൾ ചെയ്യുന്ന സമയത്ത് കൂടുതൽ വിക്കറ്റ്സ് എടുക്കുന്നത്. ദെൻ അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിൻ്റെ പ്ലെയേഴ്സിനെ പറ്റി പറയുന്ന സമയത്ത് ആദ്യം തന്നെ രോഹിത് ശർമ്മയെ പറ്റിയാണ് പറയാനുള്ളത്. എഗെയിൻസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് 29 റൺസ് ആവറേജ് ഉണ്ട്. ഈ ഒരു ഗ്രൗണ്ടിൽ 26 റൺസ് ആവറേജ്. അതുപോലെ തന്നെ IPL ഓവറോൾ ആവറേജ് 29, ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് 30 റൺസ്, സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് 29 റൺസുമാണ്. ഒരു 30 ആ ഒരു റേഞ്ചിൽ തന്നെ പ്ലെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ റിക്കിൾട്ടൺ, പുള്ളി ഒരു വിക്കറ്റ് കീപ്പർ കൂടെയാണ്, പുതിയൊരു പ്ലെയറാണ്. ദെൻ അദ്ദേഹത്തിന് ആവറേജ് സ്കോർ T20 പറയുകയാണെങ്കിൽ 29 റൺസാണ്. അതുപോലെ തന്നെ തിലക് വർമ്മയെ പറ്റി പറയുമ്പോൾ എഗെയിൻസ്റ്റ് ആയിട്ട് ബാറ്റ് ചെയ്തിട്ട് 69 റൺസ് ആവറേജ് ഉണ്ട് എഗെയിൻസ്റ്റ് ചെന്നൈ സൂപ്പർ കിങ്സ് ആയിട്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇന്നിങ്സ് ആവറേജ് 44, സെക്കൻഡ് ഇന്നിങ്സ് ആവറേജ് 37 റൺസുമാണ് അദ്ദേഹത്തിൻ്റെ. ദെൻ അടുത്തായിട്ട് സൂര്യകുമാർ യാദവാണ്, നമ്മുടെ മുംബൈ ഇന്ത്യൻസിൻ്റെ ക്യാപ്റ്റൻ കൂടിയാണ്. എഗെയിൻസ്റ്റ് ആയിട്ട് 23 റൺസിൻ്റെ ആവറേജ് ആണ് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ളത്. ഗ്രൗണ്ടിൽ 37 റൺസ് ആവറേജും, ഫസ്റ്റ് ഇന്നിങ്സ് 32 ആവറേജും, സെക്കൻഡ് ഇന്നിങ്സ് 32 ആവറേജാണ് അദ്ദേഹത്തിനുള്ളത്. രാജ് ബവ, ഈ ഇദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് ഒരു ഓൾറൗണ്ടറാണ്. IPL സ്റ്റാറ്റ്സിൽ അദ്ദേഹത്തിൻ്റെ റൺസ് ആവറേജ് 11 വലിയ റെക്കോർഡ്സ് കാര്യങ്ങളൊന്നുമില്ല, ഒരു ന്യൂലി പ്ലെയറാണ്. പിന്നെ അതുപോലെ തന്നെ റോബിൻ മിൻസ്, അദ്ദേഹത്തെ പറ്റി പറയുമ്പോഴും വലിയ റെക്കോർഡ്സ് കാര്യങ്ങളൊന്നുമില്ല, പുതിയൊരു പ്ലെയറാണ്. അദ്ദേഹത്തിന് 16 റൺസാണ് ആവറേജ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമാന്തീർ കഴിഞ്ഞ മത്സരങ്ങളിൽ നമ്മുടെ മുംബൈന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നു. 7 മത്സരമാണ് കളിച്ചിട്ടുള്ളത്, 23 റൺസാണ് അദ്ദേഹത്തിൻ്റെ ആവറേജ്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുക്കുന്ന റൺസ് സ്കോർ ചെയ്യുന്നത് സെക്കൻഡ് ഇന്നിങ്സിലാണ്. പിന്നെ ദീപക് ചഹർ, നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മെയിൻ പ്ലെയർ ആയിരുന്നു, ഇപ്പം നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്, നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു വെന്യൂവിൽ 19 മത്സരം കളിച്ച് 23 വിക്കറ്റ്സാണ് എടുത്തുള്ളത്. നല്ല പരിചയമുള്ളൊരു വ്യക്തിയാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട്. ദെൻ ഫസ്റ്റ് ഇന്നിങ്സിനെക്കാട്ടിലും കൂടുതൽ വിക്കറ്റ്സ് എടുക്കുന്നത് സെക്കൻഡ് ഇന്നിങ്സിലാണ് അദ്ദേഹം. ദെൻ അതുപോലെ തന്നെ മുജീബ് റഹ്മാനെ പറ്റി പറയുന്ന സമയത്ത് ഒരു കിടിലൻ ബൗളറാണ്, ബംഗ്ലാദേശ് ബൗളറാണ് അദ്ദേഹം. ഈ ഒരു വിച്ചിൽ ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് ഇന്നിങ്സിൽ 11 ഇന്നിങ്സ് ബോൾ ചെയ്തിട്ട് 12 വിക്കറ്റ്സാണ് എടുത്തത്. സെക്കൻഡ് ഇന്നിങ്സിലാണെങ്കിൽ 8 മത്സരം കളിച്ച് 7 വിക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇന്നിങ്സ് കൂടുതൽ വിക്കറ്റ് ടേക്കിംഗ്. മിച്ചൽ സാന്തർ ഒരു ഓൾറൗണ്ടറാണ്, ന്യൂസിലാൻഡ് പ്ലെയറാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്നത് ഈ ഒരു ഗ്രൗണ്ടിൽ 23 റൺസ് ആവറേജാണ്. പിന്നെ മെയിനായിട്ട് പുള്ളി ബോളിംഗ് ആണ് ഫോക്കസ് ചെയ്യാറുള്ളത്, വലിയ റെക്കോർഡ്സ് കാര്യങ്ങളൊന്നും ഇല്ല. ബട്ട് എന്നാൽ കൂടെ കൂടുതൽ വിക്കറ്റ്സ് ടേക്ക് ചെയ്യുന്നത് ഫസ്റ്റ് ഇന്നിങ്സിലാണ്. ദെൻ കരൺ ശർമ്മയാണ്. കരൺ ശർമ്മ ഒരു കിടിലൻ ബൗളറാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഈ ഒരു വെന്യൂവിൽ 3 മത്സരം കളിച്ച് 1 വിക്കറ്റ്സ് മാത്രമേ എടുക്കാനായിട്ടുള്ളൂ. എഗെയിൻസ്റ്റ് ആയിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ 8 ഇന്നിങ്സ് ബോൾ ചെയ്ത് 4 വിക്കറ്റ്സാണ് എടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ഇന്നിങ്സിലാണ് കുറച്ചുകൂടെ കൂടുതൽ വിക്കറ്റ്സ് എടുക്കുന്നുള്ളത് അദ്ദേഹം. ദെൻ അതുപോലെ തന്നെ ട്രെന്റ് ബോൾട്ടാണ്. ബോൾട്ടിനെ പറ്റി പറയുന്ന സമയത്ത് അദ്ദേഹം എഗെയിൻസ്റ്റ് ആയിട്ട് കളിച്ച്
12 മത്സരത്തിൽ നിന്ന് 13 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം ഈ ഒരു വെന്യൂവിലാണെങ്കിൽ 9 മത്സരം കളിച്ച് 10 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിക്കറ്റ്സ് എടുക്കുന്നത് ഫസ്റ്റ് ഇന്നിങ്സിൽ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഇനി ടോപ്പ് പിക്കേഴ്സായിട്ട് ഈ ഒരു വെന്യൂവിൽ ടോപ്പ് പിക്കേഴ്സ് ആയിട്ടുള്ള കുറച്ച് പ്ലെയേഴ്സാണ്. ഗെയ്ക്വാഡിനെ പറ്റിയാണ് ആദ്യം പറയാനുള്ളത്. 58 റൺസാണ് പെർ മാച്ച് ആവറേജ് ആയിട്ട് ഈ ഒരു ഗ്രൗണ്ടിൽ തന്നെയുള്ളത്. ദെൻ അതുപോലെ തന്നെ 65 റൺസ് ആവറേജ് ഉണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ നമ്മുടെ ഡിവോൺ കോൺവേന്. ദെൻ രച്ചിൻ രവീന്ദ്രയ്ക്ക് 31 റൺസ് ആവറേജ് സ്കോർ ആയിട്ടുണ്ട്. ശിവാൻ ദൂബയ്ക്ക് 36 റൺസ് ആവറേജ് ആയിട്ടുണ്ട് ഈ ഒരു സ്കോറിൽ. എം.എസ്. ധോണിക്ക് 41 റൺസ് ആവറേജ് സ്കോർ ആയിട്ട് ഇതിലുണ്ട്. അതുപോലെ തന്നെ പതിരാനാണെങ്കിലും 9 ഇന്നിങ്സ് ബോൾ ചെയ്ത് 15 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. സൂര്യകുമാർ യാദവിന് 37 റൺസ് ആവറേജ് ആയിട്ടുണ്ട് ഈ ഒരു ഗ്രൗണ്ടിൽ. അതുപോലെ തന്നെ മുജീബ് റഹ്മാൻ ഒരു മത്സരം കളിച്ച് 2 വിക്കറ്റ്സ് എടുത്തിട്ടുണ്ട്. ആകെ ഒന്നേ കളിച്ചുള്ളൂ, എന്നാൽ കൂടെ നല്ലൊരു പെർഫോമൻസ് ആണ്. കീ പ്ലെയേഴ്സ് ആയിട്ട് പറയുന്നത് നമ്മുടെ ഗെയ്ക്വാഡ്, രച്ചിൻ രവീന്ദ്ര, ശിവാൻ ദുബെ, രവീന്ദ്ര ജഡേജ, അശ്വിൻ, പതിരാൻ ഇവരൊക്കെയാണ്. ചഹാർ നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ, ഇതിലില്ല, പക്ഷേ ചഹാർ നല്ലൊരു ഓപ്ഷനാണ്. മുംബൈയിലെ കീ പ്ലെയേഴ്സായിട്ട് രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, അതുപോലെ തന്നെ ട്രെന്റ് ബോൾട്ട് ഇവരൊക്കെയാണ് ഉള്ളത്. ക്യാപ്റ്റൻ വൈസ് ക്യാപ്റ്റൻ ഓപ്ഷൻസ് രച്ചിൻ രവീന്ദ്രയുണ്ട്. തന്നെ അതുപോലെ തന്നെ രവീന്ദ്ര ജഡേജയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രോഹിത് ശർമ്മയുണ്ട്, സൂര്യകുമാർ യാദവ് ഒക്കെ ഉണ്ട് കേട്ടോ. സേഫ് ക്യാപ്റ്റൻ VC ആണ്. നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്, രച്ചിൻ രവീന്ദ്ര, ശിവാൻ ദുബെ സേഫ് ആയിട്ടുള്ള ആളാണ് കേട്ടോ. രച്ചിൻ രവീന്ദ്ര, ശിവാൻ ദുബെ, സാം കറൻ, രവീന്ദ്ര ജഡേജ, രവിചന്ദ്ര അശ്വിൻ, രോഹിത് ശർമ്മ, മിച്ചൽ സാന്തർ ഇവരൊക്കെയാണ് സേഫ് ആയിട്ട്. റിസ്ക് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണമെങ്കിൽ ഗെയ്ക്വാഡ്, ദിവാൻ കോൺവേ, രാഹുൽ ത്രിപാഠി, M.S. ധോണി, അതുപോലെ തന്നെ ഖലീൽ അഹമ്മദ്, അതുപോലെ തന്നെ പതിരാന, റിക്സണൊക്കെ ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീമിലോട്ട് കിടക്കാം. വീഡിയോ ഭയങ്കര ലെങ്തി ആകുന്നുണ്ടെന്ന് അറിയാം, ബട്ട് അത് ഷോർട്ടായിട്ട് ഇനിയുള്ള വീഡിയോസിൽ നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെ പ്രീമിയർ ലീഗ്, ഇന്ത്യൻ പ്രീമിയർ ലീഗ് എടുത്ത് കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ് വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള ഏരിക്കുള്ള മത്സരമാണ്. സോ നമ്മളൊരു ടീമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. റിക്സൺ എന്തായാലും കളിക്കാൻ ചാൻസ് കൂടുതലുള്ള ഒരു പ്ലെയറാണ്. then അതുപോലെ തന്നെ ജാസ്പ്രീത് ബുംറ കളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. പതിരാനയും ബോൾട്ടും ഷുവറാണ്. അതുപോലെ തന്നെ അശ്വിനും ചഹാറും ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ദെൻ രവീന്ദ്ര ജഡേജ അൺഅവൈലബിൾ. ഹർദിക് പാണ്ഡ്യ ഐ ഡോണ്ട് നോ. ദെൻ സാം കറൻ, മിച്ചൽ സാന്തർ, രവീന്ദ്ര ജഡേജ, ഗെയ്ക്വാഡ്, രോഹിത് ശർമ്മ, സൂര്യകുമാർ യാദവ്. നമാന്തീറിന് ആരെടുത്ത് ഓക്കെ, നമ്മൾ പ്രഡിക്റ്റ് ചെയ്തൊരു H11 ഏകദേശം കറക്റ്റായിട്ടുണ്ട്. സോ ക്യാപ്റ്റൻ VC ഓപ്ഷൻസ് ഐ വിൽ ചൂസ് ക്യാപ്റ്റൻ ഫോർ സാം കറൻ. എനിക്ക് കുറച്ച് ബെസ്റ്റ് ഓപ്ഷനായിട്ട് തോന്നി. അതുപോലെ വൈസ് ക്യാപ്റ്റൻ ഞാനിവിടെ ഗെയ്ക്വാഡിനെയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ കുറച്ചുകൂടെ നല്ലൊരു ഓപ്ഷൻ ഗെയ്ക്വാഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മുടെ ടീം ഏകദേശം ഒന്ന് നോക്കാം. നമ്മളെ റിക്സൺ ഉണ്ട്, രോഹിത് ശർമ്മയുണ്ട്, രവീന്ദ്ര ജഡേജ ഉണ്ട്, എന്താ അവൻ്റെ പേര്, രച്ചിൻ രവീന്ദ്ര, ഗെയ്ക്വാഡ്, രവീന്ദ്ര ജഡേജ, ഓവർട്ടണോ, ഗൈസ് അറിയാതെ ഒരു പിക്ക് വന്നു കേട്ടോ. ഓവർട്ടണൊക്കെ ഇറങ്ങിയാണെങ്കിൽ നമുക്ക് പിടിക്കായിരുന്നു. കോൺവേ മതി ഇപ്പോൾ തൽക്കാലം. ടീം നോക്കുമ്പോൾ പതിരാന, ബോൾട്ട്, ചഹാർ, സാം കറൻ, സാന്തർ, ജഡേജ, ഗെയ്ക്വാഡ്, രച്ചിൻ രവീന്ദ്ര, രോഹിത് ശർമ്മ, റിക്സൺ, കോൺവേ ഇത്രയും പേരാണുള്ള ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം മാത്രമാണ്. ഫൈനൽ ടീംസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിലിടാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ നിങ്ങൾ ഇതുവരെ കയറിയിട്ടില്ലെങ്കിൽ മോസ്റ്റായിട്ട് കയറി ജോയിൻ ചെയ്യുക. കാരണം നിങ്ങളൊക്കെ ടീം കിട്ടിയില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല എന്ന് പറയരുത്. നമ്മൾ അത്യാവശ്യം നല്ലൊരു ടീമായിരിക്കും നിങ്ങൾക്ക് തരാവുന്നത്. സോ ടീമിന് വേണ്ടിയെങ്കിലും മസ്റ്റായിട്ട് ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോ കാണുന്നവർ ഗുഡ് ബൈ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് അറിയിക്കുക. അതിനനുസരിച്ചിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും അടുത്തതോട്ട്. ഓക്കെ, ബൈ.